ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം. ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. യുവർ ഫാഷൻ, അവർ പാഷൻ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ അനധികൃത നിർമ്മാണത്തിൽ റോഡിൽ ജീവൻ പൊലിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ചേലക്കോട് ഭാഗത്ത് വളവും ഇറക്കവുമായ സ്ഥലത്ത് നിരവധി അപകടങ്ങൾ നടക്കുകയും അവസാനമായി വെങ്ങാനല്ലൂർ സ്വദേശിയായ 28-കാരന്റെ മരണം പോലും സംഭവിച്ച റോഡിനരികിലെ മരണക്കുഴിയുടെ അപകടം ഒഴിവാക്കാതെ അധികൃതരുടെ കടുത്ത അനാസ്ഥ. നിർമ്മാണ സമയത്ത് പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇവിടെ അപകട മേഖലയാണ് എന്ന് അധികൃതരെ അറിയിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ അശാസ്ത്രീയ നിർമ്മാണം നടത്തി ഉദ്യോഗസ്ഥരും കരാറുകാരും തടിതപ്പി. മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും തിരുത്തേണ്ട ജനപ്രതിനിധികൾ മൗനവ്രതത്തിലുമായി. അന്ന് റൈറ്റ് വിഷൻ ചാനലടക്കം അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്താണ് ഇപ്പോൾ ജീവൻ പോലും പൊലിയുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപകടത്തിൽ മരണം സംഭവിച്ചാൽ ആ വീടുകളിൽ പോയി കണ്ണീരൊപ്പുന്ന ജനപ്രതിനിധികൾ 1 കിലോമീറ്ററിന് 5 കോടി രൂപ തോതിൽ 105 കോടി രൂപ ചിലവിട്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിന്റെ അപകടകരമായ അവസ്ഥയാണ് കണ്ണു തുറന്ന് കാണേണ്ടത്. റോഡിലെ മരണക്കുഴികളും അപകട സ്ഥലവും നന്നാക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള നടപടിയും എടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും അവിടെയൊക്കെ കെട്ടുന്ന കണ്ടപ്പോൾ ഇതിവിടെ കെട്ടുന്ന വിചാരിച്ചത്. പിന്നെ അത് കെട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ പഠിക്കുന്ന എഞ്ചിനീയർമാരോടും പിന്നെ സൂപ്പർവൈസർമാരും അവരും ഇവരൊക്കെ അത് പറഞ്ഞു, ഇതിങ്ങനെ കെട്ടും. അത് കെട്ടും എന്ന് പറഞ്ഞതല്ലാണ്ട് അത് കെട്ടിയില്ല. കുറേ പ്രാവശ്യം അതിപ്പോൾ ഈ റോഡ് ഇതിപ്പോൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം ഈ റോഡിലിപ്പോൾ 3-4 റോഡിൽ അപകടങ്ങൾ നടന്നു. അപ്പോൾ ഈ വളവ് ചെറിയ വളവാന്ന് പറഞ്ഞു കാര്യമില്ല, അത് പിടിച്ചാൽ കിട്ടാത്ത വളവാണ്. അത് വളവിനനുസരിച്ചിട്ട് ഈ തോടും കൂടി ആവുക കാരണം അതൊരു ചെറിയൊരു മറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തോട്ടിൽ പെടില്ല, റോഡിലേക്ക് തന്നെ വന്ന് വീഴുമെന്ന് വിചാരിക്കുക. അത് രാത്രി അയാളൊക്കെ വന്ന് പെട്ടിട്ട് അന്ന് ഈ ഒരു പയ്യൻ പെണ്ണ് പെട്ടിട്ട് രാത്രിക്കാണ്, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ രാത്രി അറിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ പോലീസുകാർക്ക് വന്ന് കൊണ്ടുപോയിന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം കാലത്താണ് അറിഞ്ഞത്, ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം അത് മരണപ്പെട്ടു എന്നുള്ള ഭയന്നാണ് അറിഞ്ഞത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് അത് എടുത്ത് കയറ്റാനും കൊടുക്കാറൊക്കെ ഉണ്ട്. അത് ഞാൻ പല പ്രാവശ്യത്തിൽ ആ റോഡ് പണിയുന്നതിൻ്റെ മുമ്പേ എന്നുള്ള അപകടങ്ങളാണ്. അപ്പോൾ റോഡ് പണിയുമ്പോഴെങ്കിലും ഈ അപകടം കുറയുമെന്നാണ് വിചാരിച്ച്. അത് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതലല്ലാണ്ട് കുറയുന്നത് കാണാനില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു മറ കെട്ടിയില്ലെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ സംഭവിക്കും, എടുക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടും നേതാക്കന്മാർ ജാതി പാർട്ടി നോക്കാണ്ടെയും മറ്റും അടിസ്ഥാനത്തിലും എല്ലാം കൊണ്ടും എല്ലാ നേതാക്കന്മാരോടും ഞാൻ ഇത് പറഞ്ഞു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്ത് പറഞ്ഞാണ്, വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ നാളെ ഈ വാടി വെട്ടപ്പോൾ അവർ വന്ന് ഇവിടെ മെയ്ക്കാർ ഇവിടെ വന്നൊന്ന് അളവ് എടുക്കുന്നത് കണ്ടു. പിന്നെ അത് അളവ് എടുത്തിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി അതിലൊന്നും ശ്രദ്ധ കാണാനില്ല.